നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാരണം രാവിലെ തൊട്ട് ഉച്ചവരെ ശക്തമായിട്ടുള്ള വെയിലും അതിനുശേഷം ഉച്ച തൊട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലുമുള്ള അതെ, നേരത്തെ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ സമയത്ത് എന്താണ്, ഏത് കാലാവസ്ഥയാണ്, ഇത് മഴക്കാലമാണോ വേനൽക്കാലമാണോ, അത്തരത്തിലുള്ള നമുക്ക് തന്നെ അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു രീതിക്കല്ല പോകുന്ന കാര്യം. രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല ശക്തമായ വെയിൽ വന്നതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിമിന്നലോട് കൂടിയ മഴയാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ജാഗ്രത നമ്മളിനി പാലിക്കുക. ഇനിയിപ്പോൾ ആ ഒരു കാലാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്, മഴ ഉച്ചയ്ക്ക് ശേഷം മഴ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകിട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെ മഴയും അതിനോടൊപ്പം ഇടിയും മിന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളമാണ് നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നടക്കുന്നതാണെങ്കിലും ചിലപ്പോൾ മിന്നലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് കരുതൽ വേണം. അതുപോലെ തന്നെ ഈ മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതകളുണ്ട്. അപ്പം കാറ്റ് വീശുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് മഴ മാത്രമാണെങ്കിൽ നമുക്ക് അത്രയും അപകടങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ കാറ്റും ഇടിമിന്നലും കൂടെ ആകുമ്പോഴത്തേനും അപകടങ്ങളുടെ തോത് വലിയ രീതിയിൽ വർദ്ധിക്കും. അപ്പം ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ ജാഗ്രത പാലിക്കണം. എങ്കിൽ മാത്രമേ ഉള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ മഴക്കാലം വരുന്നു അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ വലിയ മരങ്ങളൊക്കെ ചാഞ്ഞു നിൽക്കുന്നതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ കമ്പുകളൊക്കെ ഇറക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാറ്റോ മറ്റു വന്നു കഴിഞ്ഞാൽ വീടിനൊന്നും കേടുപാടുകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതകൾ എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു രീതിക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വേറെ ആരുടെയെങ്കിലും ഓണർഷിപ്പിലുള്ള പറമ്പുകളാണെങ്കിലും അവരോട് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞ് അതിലൊരു പരിഹാരം ഉണ്ടാക്കി വെക്കണം. പരമാവധി ഒഴിവാക്കുക. അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് മരത്തിൻ്റെ അടിയിൽ നിൽക്കാതിരിക്കുക, അതുപോലെ വാഹനങ്ങളിൽ ഇരിക്കാതിരിക്കുക, സേഫായിട്ട് എപ്പോഴും മഴ പെയ്യുമ്പം സേഫായിട്ട് എപ്പോഴും പ്ലേസിൽ ഇരിക്കാനും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ വൈദ്യുതി ഇലക്ട്രിക് ഇലക്ട്രിക് ആയിട്ടുള്ള നമ്മുടെ ഫ്രിഡ്ജൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ TV ഇതെല്ലാം ഓഫ് ചെയ്തൊക്കെ ഇടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇടിമിന്നൽ വരുന്ന സമയത്ത് ഇതെല്ലാം കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത്തരത്തിൽ പ്രശ്നമൊന്നും വരത്തില്ല, മഴ മാത്രമേ കാണുള്ളൂ, ഇടിമിന്നലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ കാണും. പക്ഷേ ഓർക്കപ്പുറത്ത് പെട്ടെന്നൊരു സംഭവിക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്രമതി ഇപ്പം ശക്തമായിട്ടുള്ള വെയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും മഴ പെയ്യില്ലെന്ന്. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് കാലാവസ്ഥ മാറുകയാണ്, പിന്നെ മഴയിലോട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മാത്രം ആളുകൾ നിൽക്കുക. പിന്നെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു കരുതലുണ്ടാവുക. ഇങ്ങനെ ഒരു സമയം വരുന്നുണ്ട്, അതായത് ഉച്ചയ്ക്ക് ശേഷം. ഇപ്പോൾ രാവിലെ നമ്മൾ പോകുന്നു, ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും, വേറൊരു സ്ഥലത്തൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പോവാത്തൊരു ഏരിയയൊക്കെ ആണെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എവിടെ നിൽക്കണം എന്നൊന്നും നമുക്ക് അറിയില്ലായിരിക്കും. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക, ഇങ്ങനെ ഒരു കാലാവസ്ഥ. അപ്പം നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാടൊന്നും ഇട്ട് നിൽക്കാനും നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റി വെക്കാനൊന്നും പറ്റില്ലായിരിക്കും മിന്നലൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ അതനുസരിച്ചൊന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ആളുകൾ നിൽക്കുക. ഇപ്പം മഴയുള്ള സമയങ്ങളിൽ പുറത്തധികം ഇറങ്ങാതിരിക്കുക, അപകടങ്ങൾ കൂടുതലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.